ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. അപ്പൊ ഈ കിച്ചൺ കാണിക്കുന്നതിന് മുമ്പ് ഇതിന് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതിന് ഇലക്ട്രിക്കൽ ആണ്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പക്ഷെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത കൊളാവെന്ന് വെച്ചിട്ട് ഞാൻ കണ്ണൂടെ അടുത്ത് പറയാം. കണ്ണു, ഹെൽപ്പ്. So electrical plumbing ഇതിന് രണ്ടിനും it works based on electricity. So plumbing ന് ഗ്രാവിറ്റി വാട്ടർഫോൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രഷർ പമ്പ് ആണ്, ഡയറക്ഷൻ പ്രഷർ പമ്പ് ആണ് വർക്ക് ചെയ്യുന്നത്. സോ അതിന് വേണം. സോ ഞാൻ അതിന്റെ സിസ്റ്റം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതിനു ശേഷം ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. സോ നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂവേറ്റി സോളാർ ജനറേറ്റർ ആണ്. അത് ബാറ്ററി ബാങ്ക്. അത് അവിടെ ഇതിന്റെ താഴെയല്ല, അത് പിന്നെ കാണിക്കാം. ബേസിക്കലി അതിനൊരു കൺട്രോൾ ആപ്പ് ഉണ്ട് which looks like this. If I can show you. Okay, so അതില് ഡിവൈസസിൽ പോയി കഴിഞ്ഞാൽ ഷോ നമ്മുടെ ഡിവൈസ് അതെടുത്തതിന് ശേഷം കണക്ട് വിത്ത് ദാറ്റ്. കണക്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള ഗ്യാസ് യു കൻ സീ അതിന്റെ സ്റ്റേറ്റസ് കാണിക്കും. സോ എത്ര % ചാർജ് ഉണ്ട് ഇപ്പോൾ? 78%. യു കൻ സീ ഇത് സോളാർ ഇൻപുട്ട് ആണ്. സോ സോളാർ ഇൻപുട്ട് ഇസ് റൈറ്റ് നൗ ചാർജിങ്. പുറത്ത് നല്ല സണ്ണിയാണ്. സോ അത് ചാർജ് ആയിക്കൊണ്ടെന്നാണ് കാണിക്കുന്നത്. ആൻഡ് ദെൻ ഓൾ ദി അതർ ഓപ്ഷൻസ് ആർ ഹിയർ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട്സ് ഓൺ ചെയ്യുന്നതും ഇവിടെ ആപ്പിൾ ത്രൂ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും. സോ DC വേണമെന്നുണ്ടെങ്കിൽ DC ഓൺ ചെയ്യാം. സോ DC പവറിലാണ്. സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്വിച്ച് ലൈറ്റ് അപ്പ് ആയി. സോ ആ സ്വിച്ച് ബോർഡ് എല്ലാം DC പവറിലാണ് ചെയ്യുന്നത്. AC ഫയൽ ഇതിലാണ് വെച്ചിരിക്കുന്നത്. സോ AC പവേഴ്സ് ആണ് ഈ രണ്ട് പ്ലഗിനും വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയാണ്. സോ ഇപ്പോൾ AC ഓൺ ചെയ്തപ്പോഴും സോ അവിടെ ലൈറ്റ്സ് അപ്പ് വന്നു. സോ നൗ ദ സിസ്റ്റം ഇസ് റെഡി. വാട്ടർ ഇതിന് ഓരോന്നിനും ഓരോ സ്വിച്ച് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഇത് ഇറ്റ്സ് ഫോർ bathroom light, which is on now. That's for the pot lights. Okay. And then other switches adhigam wire edilla. So adana pump in the switches. When Genius kitchen kurichu parayumbethekku she can show you that. നമ്മുടെ കിച്ചണിന്റെ വർക്ക് ഫുള്ള് ചെയ്തത് കണ്ണനാണ്. ഞാൻ ഇതിൽ പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്തിട്ടില്ല. ഇതിൽ കണ്ണൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബുച്ചർ ബ്ലോക്ക് എന്ന് പറഞ്ഞ വുഡാണ്. ആൻഡ് ട്രസ്റ്റ് മീ, ഇത് അടിപൊളിയാണ്, നല്ല ഫിനിഷ് ആണ്. സോ ഐ റിയലി ലവ് ഇറ്റ്. ഇനി നമുക്ക് പ്ലംബിംഗ് ചെയ്തിരിക്കുന്നതും ഞങ്ങളത് ചോദിച്ചിട്ടുണ്ട്, ഇതിൽ നിങ്ങൾക്ക് വാട്ടർ ഉണ്ടോ, ഇത് നിങ്ങൾക്ക് യൂടെൻസിൽസ് വാഷ് ചെയ്യാമോ, ഇതെല്ലാം കണ്ണൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഐ ഷോ യു ഹൗ ഇറ്റ് ഇസ്. അപ്പം ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന സിംഗിൾ ബൗൾ കിച്ചൺ സിങ്ക് ആണ്, വിച്ച് ഇസ് ബ്ലാക്ക് സാറ്റൻ ഫിനിഷ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ. പിന്നെ ഇതിലുള്ളത് പറഞ്ഞാൽ ഫോസറ്റ് ആണ്. ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഈസി ടു പുൾ. നമ്മുടെ ആക്സസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ് ലെറ്റ് മീ ഗെറ്റ് ദ വാട്ടർ റെഡി. ആൻഡ് ഇറ്റ് ഹാസ് വാട്ടർ ലിറ്ററലി, ആൻഡ് I can even spray it. You know, every woman loves their kitchen, and I love and adore my camper van kitchen. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് നല്ല ഭംഗി ഇവിടെ കാണാനാണ്. വാട്ടർ വർക്ക്സ്, ദാറ്റ്സ് വൺ തിങ്. ഇനി കാണിക്കുന്നത് ഇതോ, ഇതിപ്പം പിള്ളേരായിട്ടുള്ള സമയത്ത് എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കട്ട് ചെയ്യാനാണെങ്കിൽ എനിക്കിത് യൂസ് ചെയ്യാം. പക്ഷെ അതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു സാധനം ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകണ്ട എന്ന് വെച്ചിട്ട് കണ്ണൻ എനിക്ക് ചെയ്തൊരു ഐഡിയ ആണ്. ഇങ്ങനെ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എപ്പോഴും സിങ്കും കാണണ്ട, അതുപോലെ തന്നെ ഇത് ഫുൾ സ്പേസ് നമുക്ക് കിട്ടും ഫുൾ കിച്ചൺ ചെയ്യാൻ വേണ്ടി, എന്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ഥലത്തിനെ കോംപ്രമൈസ് ഒട്ടും ചെയ്യുന്നില്ല. റൈറ്റ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഫുഡ് ഹീറ്റിംഗ്, ഫുഡ് കുക്കിംഗ് എല്ലാം ഇതിൽ പറ്റും. സോ വി ഹാവ് എ എയർ ഫ്രയർ. അത് ഇങ്ങനെ ബഞ്ചി ആയിട്ട് കെട്ടി വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ റോഡ് ട്രിപ്പിലൊക്കെ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സ്ഥലം വേണമല്ലോ. അപ്പൊ സ്ഥലവും ലാഭിക്കാം, ഇങ്ങനെ വെക്കുമ്പം സ്ഥലവും ലാഭിക്കാം. അതുപോലെ തന്നെ ഈ ബഞ്ചി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ ഷേക്ക് ചെയ്യാതിരിക്കാനും വണ്ടി ഓടുമ്പോൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കാനുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി എയർ ഫ്രയർ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. Yes, this is the air fryer. ഇനി ഇത് ഈസി പ്ലഗ് ആണ്. സോ ഇതിൽ പവർ എല്ലാം ഉണ്ട്. കണ്ണൻ ആദ്യമേ ഇലക്ട്രിക് എല്ലാം കാണിച്ചല്ലോ. അതിൽ ABCD എനിക്കറിയാത്ത കാരണം ഞാൻ അതിനെ പറ്റി കൂടുതൽ സംസാരിക്കില്ല.
ഇത് എയർ ഫ്രയർ ആണ്. നിഞ്ച എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഭയങ്കര കോമ്പാക്ട് ആണ്, ഈസി ടു യൂസ് ആണ്. ഇപ്പൊ 2 ട്രിപ്പ് ഓൾറെഡി പോയി. അപ്പം യൂസ് ചെയ്തു, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. മേടിച്ചപ്പോ തന്നെ ഇത് ഫുൾ ട്രേയും ഫുൾ സിസ്റ്റം ആയിട്ടാണ് വന്നത്. ഈവൻ ഇത് പിള്ളേർക്കും ആക്സസ് ചെയ്യാം. സോ ദാറ്റ് മേക്സ് മോർ ഈസി ലൈഫ്. ആൻഡ് പ്ലഗ് ഇൻ ആൻഡ് യു ക്യാൻ യൂസ് ഇറ്റ് ദ വേ യു വാണ്ട്. Options under you have air fryer, air roast, air broil, bake, dehydrate, keep warm, toast, bagel. എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇതൊന്നും എനിക്ക് കൂടുതൽ അറിവില്ലാത്തത് ഞാൻ അങ്ങനെ സർക്കസ് ചെയ്യാറില്ല. ഞാൻ മോസ്റ്റ്ലി എയർ ഫ്രയർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഹിയർ. സോ ഒരു കാര്യം പറയാണെങ്കിൽ സോ എയർ ഫ്രയേഴ്സ് ഒരുപാട് വാട്ടേജ് എടുക്കും. സോ ഇത് ഫോർ എക്സാമ്പിൾ ഇത് 1700 വാട്ട്സ് ഇൻപുട്ട് എടുക്കുന്നതാണ്. സോ നമ്മുടെ ബാറ്ററിയുടെ മാക്സ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 2500 വാട്ട്സ് ആണ്. സോ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതൊരു സ്ലൈറ്റ്ലി മോർ ദാൻ an hour ഇത് റൺ ചെയ്യാനുള്ള ബാറ്ററി ബാങ്കേ അവിടെ ഉള്ളൂ. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ജീനെ കുക്ക് ചെയ്യുന്നതെല്ലാം നല്ല പീക്കായിട്ട് സൺലൈറ്റ് ഉള്ളപ്പോൾ ചെയ്യും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ബാറ്ററി ബാങ്ക് ഫുൾ ഡൗൺ ആയതിനു ശേഷം ഇറ്റ് വിൽ റീചാർജ് അപ്പ് ബൈ നൈറ്റ് ടൈം. അങ്ങനെ നമ്മൾ സ്റ്റേജിങ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോ ഇതും ചെയ്യുന്നത്. ചിൽഡ് ആയിട്ട് റൂട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും വേണ്ടേ. സോ ഞങ്ങള് ഫ്രിഡ്ജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇപ്പൊ കാനഡയിൽ സമ്മറാണ്, ഒത്തിരി ചൂടാണ്. സോ എപ്പോഴും ഒന്ന് പുറത്തിറങ്ങി എന്തെങ്കിലും മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ യു സ്പെൻഡിങ് മണി. അപ്പൊ ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ കാശ് എങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ലാഭിക്കുക. അപ്പൊ ഞങ്ങള് ഫ്രിഡ്ജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രിഡ്ജിൽ എന്തൊക്കെയാന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിലുള്ള കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് കണ്ണുമാണ്. ആൻഡ് കണ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയ്ക്ക് എങ്ങനെ ഒരു കിച്ചൺ വേണോ അതുപോലെ ചെയ്തു തന്നിട്ടുണ്ട്. അതൊരു ക്യാമ്പർ വാനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അതെല്ലാം ചെയ്തു തന്നിട്ട്. ഇനി ഞാൻ നിങ്ങളെ ക്യാബിനറ്റ്സ് കാണിച്ചു തരാം കണ്ണു ചെയ്ത്. ഏറ്റവും നല്ല പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ എല്ലാ സ്ഥലം കണ്ണൻ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഓക്കെ, അപ്പൊ ഈ കിച്ചന്റെ ഫുൾ ക്യാബിനറ്റ്സിന്റെ അടിയിൽ യൂഷ്വലി ഇത് വരുന്നത് ആൾക്കാരെ ചെയ്യാൻ തന്നെ അതിനെ സ്റ്റാൻഡ് ആയിട്ടാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിന്റെ ലെഗ് സ്പേസ് ആയിട്ടാണ് വെക്കുന്നത്. ബട്ട് കണ്ണൻ എനിക്ക് ഇതിൽ സീക്രട്ട് കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇൻ കേസ് ഇപ്പൊ നമ്മൾ വണ്ടി പൂട്ടി പുറത്ത് പോവാണ്, ആരെങ്കിലും വണ്ടി തുറക്കുവോ എന്തെങ്കിലും അടിച്ചു മാറ്റാൻ നോക്കുവോ, അവർ ഇത് കണ്ടുപിടിക്കാൻ അവർക്ക് കുറേ സമയം. അതിന്റെ മെക്കാനിസം അങ്ങനെയാണ്. തുറന്നതിന് ശേഷം അപ്പൊ ഇതില് കണ്ണൻ എന്തൊക്കെയോ മെക്കാനിസം കാണിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ പഠിച്ചു വരുന്നില്ല. ഹൗ ഡു ഐ ഡു ഇറ്റ്? ഓക്കെ, സോ യാ ഇതില് കണ്ണൻ വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ ഫോണോ വാലറ്റ്സോ എന്ത് വേണമെങ്കിലും വെക്കും. ഇപ്പൊ ബീച്ചിലൊക്കെ പോകുമ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ക്യാരി മൈ വാലറ്റ്, വണ്ടി തുറന്ന് കിടക്കുവാണെങ്കിലും ഇങ്ങനത്തെ സീക്രട്ട് കമ്പാർട്ട്മെന്റ്സ് ഇവിടെ 3 സ്ഥലം. ഓക്കെ, സോ ഈ പിള്ളേരായിട്ട് ട്രാവൽ ചെയ്യുമ്പം സൈലന്റ് ആയിട്ട് വീഡിയോ എടുക്കാന്നൊന്നും നടക്കാൻ പോകുന്നില്ല. അത് 3 പേരാണ്. അതാണെങ്കിൽ ഒന്നും പറയണ 24 മണിക്കൂർ സംസാരമാണ്. ആൻഡ് ഐ തിങ്ക് ഐ എം അറ്റാച്ച്ഡ്. ഇപ്പൊ ഇവർ സംസാരിച്ചില്ലെങ്കിൽ മാത്രമേ എനിക്കും കണ്ണൂന് ബുദ്ധിമുട്ടുള്ളൂ. സോ ഇവർ ഇങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ ഒന്നും കൂടി ചെയ്യാം. പക്ഷെ എന്ത് ചെയ്താലും ഈ പിള്ളേർ എപ്പോഴും കൂടെ ഉണ്ടാവും. There is no change in that. അപ്പം എനിവേസ് ഗൈസ് കുറച്ചു നേരം വായടച്ചിരിക്കും.